ഗുഡ് മോർണിംഗ്. യോഹന്നാൻ സിമ്മിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഉള്ളിവട അഥവാ ഓണിയൻ വട എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളിയാണ്. 3 മീഡിയം സൈസ് ഉള്ളി വളരെ ഫൈൻലി ചോപ്പ് ചെയ്തത്, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതും വളരെ ഫൈൻലി ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ്സ് കണ്ടിന്യൂലി മിക്സ് ചെയ്യുക. 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് കടലമാവും മൈദേൻ്റെ മാവും ചേർക്കണം. 3 ടേബിൾ സ്പൂൺ വെച്ചാണ് കടലമാവും 3 ടേബിൾ സ്പൂൺ മൈദമാവും ചേർത്തിട്ട് കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ തന്നെ ഉള്ളി നന്നായിട്ട് തിരുമ്മി വെച്ചപ്പം അതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവും. ഇതേ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. എണ്ണ ചൂടാക്കിയ ശേഷം ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇടുക. താന്നിട്ട് പെട്ടെന്ന് പൊങ്ങി വരുവാണെങ്കിൽ ഉള്ളിവട ഫ്രൈ ചെയ്യാൻ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഉള്ളിവട ഷേപ്പാക്കാൻ വേണ്ടി കൈ നനച്ച ശേഷം ഇതുപോലൊരു ബോളാക്കിയിട്ട് പരത്തിയെടുക്കുക. നമുക്ക് പരത്തിയെടുക്കാം. ഓവൽ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ. കൈ നനയ്ക്കുമ്പോഴത്തേക്കും മാവ് ഒട്ടിപ്പിടിക്കില്ല. ആദ്യത്തെ ഒരു ഉള്ളിവട നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം നമുക്കൊന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ചും കൂടെ എരിവ് വേണ്ടുള്ളവർക്ക് കുറച്ചും കൂടെ മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇപ്പം പൊട്ടായിട്ടാണ് ഇടുന്നത്, ചെറിയ ചെറിയ ഡ്രോപ്പ് പോലെ. അപ്പോൾ അത് പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് ആയി കിട്ടും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. ഇതുപോലെ ഇടുവാണെങ്കിൽ ഒരു 2 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടാനായിട്ട്. ഉള്ളിവട ഫ്രൈ ചെയ്യുമ്പം എപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ഇതുപോലെ ഒരു സ്ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ മറിച്ചിടുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കാസറോളാണ്. അത് ആ ചൂട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. കാസറോളിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, എണ്ണ വലിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കാസറോളിലേക്ക് മാറ്റി വെക്കുക. ആദ്യം എടുത്തത് 3 മീഡിയം സൈസ് ഉള്ളിയാണ്. റൗണ്ട് ഷേപ്പിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 6 ഉള്ളിവട നമുക്കുണ്ടാക്കാൻ പറ്റും. ഇതുപോലെ പൊട്ടായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 10 മുതൽ ഒരു 15 ഉള്ളിവടകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയുള്ള ബാറ്ററും സെയിം പ്രോസസ്സിങ്ങിൽ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട റെഡിയാണ്. അത് നല്ലൊരു സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നീൻ്റെ കൂടെ 4 മണി പലഹാരമായിട്ട് കഴിക്കാം കേട്ടോ.